ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ആരെടുത്ത കലത്തപ്പമാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് എന്ത് ചെയ്യുക, മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കണത്. എന്നിട്ട് പച്ചരി നന്നായി ഒന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ പച്ചരിയും കൂടി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലേവറിനായിട്ട് 2 ഏലക്കായും ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏതാരുടെ ചോറ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായി നമുക്ക് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായി മെൽറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ശർക്കര പാനി ആ ബാറ്ററിക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തും കൂടിയും കൊടുക്കണം, കട്ട കുട്ടാതിരിക്കാനാണ്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തും കൂടിയും കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ആണ് ചേർത്ത് കൊടുക്കണം, നല്ല ആരെടുത്ത കലത്തപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നാളികേരക്കൊത്തും ചെറുള്ളിയും കൂടി അരിഞ്ഞെടുത്തേക്കണാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൊരിയിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമുക്കൊന്ന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുക. നമുക്ക് 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കണം നാളികേരക്കൊത്തും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്കർ നമുക്ക് മൂടി വെക്കണം, വിസിലിടരുത്. എന്നിട്ടൊരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേനും ആവി വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂറിന് ശേഷം നല്ലോണം ചൂടാറിയതിന് ശേഷം കുക്കർ തുറന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി കട്ട് ചെയ്യുമ്പോൾ നല്ല ആരെടുത്ത കലത്തപ്പണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിന് കഴിക്കാനായി.